ഗൈസ്, ഇന്നാണ് നമ്മുടെ കൂലി മൂവി റിലീസാവുന്നത്. നമ്മൾ ഫസ്റ്റ് ഷോയാണ് കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ഒരു 5:15 ആകുമ്പോൾ എഴുന്നേറ്റ് റെഡി ആവാണ് കേട്ടോ. മുടിയൊക്കെ അടിച്ചിട്ടിട്ട് വരാ. അങ്ങനെ നമ്മളിത് റെഡി ആയിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട്. 6:30ക്കാണ് നമ്മുടെ ഷോ ഉള്ളത്. ഇത് നമ്മൾ റൂംമേറ്റ് ആണ്. നമ്മൾ 3 പേരും കൂടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മളിത് കറക്റ്റ് സമയത്ത് തന്നെ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങളിൽ ആരൊക്കെയാണ് കൂലി കാണാൻ വെയിറ്റിംഗ് ആയിട്ടുണ്ടായിരുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ പറയൂ കേട്ടോ. ഞാൻ ഫാൻസിൻ്റെ ഷോ ആദ്യമായിട്ടാണ് കാണാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് പോയിട്ട് എങ്ങനെയാണ് മൂവി എന്ന് നോക്കാം. പറ, ഇത് മനസ്സിലായ? അതുകൊണ്ട് ഒരുപാട് മനസ്സിലായില്ല. ഇഷ്ടായ പടം? ഒന്നും പറയാനില്ല. അടുത്ത 1000 കോടി. മാസ്റ്റർ ലിയോ അതിനേക്കാളൊക്കെ സൂപ്പറായിരുന്നു. LCD ഒന്നും ആവശ്യമില്ല, സ്റ്റാൻഡ് അലോൺ. ഇതാണ് നല്ലത് പടം. വേറെ ലെവല്. തിയേറ്ററിൽ പ്രശ്നത്തിൻ്റെ ഒപ്പം കാണുന്ന പടം. ക്ലൈമാക്സ് പറയണ്ട. ഇങ്ങനത്തെ ഒരു ക്ലൈമാക്സ് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഹൈപ്പിന്റെ മുകളിലെത്തി പടം. വെരി ഹാപ്പി. നമ്മൾ പടം കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി മുത്തശ്ശി കേരള റെസ്റ്റോറൻറ്റിലേക്ക് വന്നേക്കാണ്. എനിക്ക് വിക്രമാണ് എന്താണ് ഇഷ്ടമായത്? എനിക്ക് വിക്രമാണ് കുറച്ചും കൂടെ ഇഷ്ടമായത്. പക്ഷേ ഈ പടത്തിന്റെ ക്ലൈമാക്സ് ആണ് ഈ പടത്തിന്റെ ക്ലൈമാക്സ് ആണ് പോൾ മെയിനായിട്ട്. വിക്രമും ഇതും ക്ലൈമാക്സ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടും ഒന്നിനൊന്നും വെച്ചാൽ പടം തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ച് ആയിട്ട് കാണണം. എന്നാലേ നമുക്ക് ആ ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ. അത് വിക്രമായാലും അങ്ങനെ തന്നെ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട പടം. എക്സ്പെക്ട് ചെയ്തതിനൊക്കെ അതിൻ്റെ മുകളിലേക്ക് നല്ല ഹൈപ്പിൽ കിട്ടി പടം. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ മൂവി പടത്തിലേക്ക് കൂടി വരേണ്ടി വരും. പിന്നെ എല്ലാവരുടെ ഇൻട്രോ സൂപ്പർ. മറ്റേ ഉപേന്ദ്രയുടെ ഇൻട്രോ തകർത്തു, വേറെ ലെവലായി. നാഗാർജുന ഭയങ്കര സ്റ്റൈലിഷ്, ഭയങ്കര സൗബിൻ. പിന്നെ ഈ പടത്തിൽ ഭയങ്കര ഒരു സ്ക്രീൻ സ്പേസും നല്ല പെർഫോമൻസ് ചെയ്യാനൊരു സ്പേസും പടത്തിൽ കിട്ടിയിട്ടുണ്ട്. ആളത് വേറെ ലെവലാക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്കും പെർഫോമൻസ്, അമ്മാരി പെർഫോമൻസ്. ശ്രുതി ഹാസൻ സൂപ്പർ, ചെയ്തതിൽ ഏറ്റവും നല്ല പെർഫോമൻസ്. പിന്നെ രജനീകാന്തിൻ്റെ ഇത്രയും വലിയൊരു മാസ് പടം ഇനി വരാൻ പാടാണ്. ലോകേഷിന് ഇങ്ങനത്തെ പടങ്ങളൊക്കെ എടുക്കാനും പറ്റുള്ളൂ. ഇതിൻ്റെ മേളിലൊരു പടം ചെയ്യാനും നല്ല ബുദ്ധിമുട്ടായിരിക്കും. അത്രയ്ക്ക് നല്ല മാസ് ആക്ഷൻ പടമാണ്. മാസ് ആക്ഷൻ എൻ്റർടൈനർ അത്ര തന്നെ ഉള്ളൂ. ഓവർ ഫൈറ്റ് ഒന്നും ഇല്ല. ആവശ്യത്തിനുള്ള രജനീകാന്തിൻ്റെ ഫൈറ്റുകൾ, അല്ലാണ്ട് രജനീകാന്തിൻ്റെ പഴയ പടത്തിലത്തെ പോലത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ഓവറോൾ വെരി വെർത്ത് ഫോർ ദിസ് ഹൈപ്പ്, ഫോർ ദിസ് മച്ച് വെയിറ്റിംഗ്. യെസ്.